സ്മരണ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്നേഹഭവനത്തിന് തറക്കല്ലിട്ടു. നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ തിയേറ്റർ കരുണാകരൻ ഭവനത്തിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. പുന്നിയൂർക്കുളം കുന്നത്തൂരിലെ പ്രതിഭാ കോളേജ് അധ്യാപകരായിരുന്ന ജയേന്ദ്രൻ മാസ്റ്ററുടെ ഓർമ്മയ്ക്കായാണ് സ്മരണ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്നേഹഭവനം ഒരുങ്ങുന്നത്. നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ തിയേറ്റർ കരുണാകരൻ ഭവനത്തിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. മുന്നോടിയായി നടന്ന അനുസ്മരണ യോഗത്തിൽ CG സോമരാജ്, ഉമ്മർ അറക്കൽ, CP സുന്ദരേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇങ്ങനെയും ആളുകൾക്ക് ഐക്യത്തോടെ നിൽക്കാൻ കഴിയും. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, വിവിധ മതസ്ഥർ, വിവിധ രീതികളിൽ ചിന്തിക്കുന്ന, വിവിധ ജീവിത വീക്ഷണങ്ങളുള്ളവർ. പക്ഷെ ഇവിടെ വരുമ്പോ എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതിന്റെ ഇടയിൽ എന്തോ ഒരു മാനസിക ഐക്യം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ഐക്യത്തിന്റെ ആ ഒരു എന്താ പറയാ, അത് പുറത്തേക്ക് പ്രസരിപ്പിക്കാനും ഞങ്ങൾക്ക് കഴിയുന്നു. അതുകൊണ്ടാണ് ഇപ്പോ നിങ്ങളെ പോലെ ഇപ്പോ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ഒരുപാട് പണിയൊക്കെ ഉള്ള ആളുകളാണ്. പക്ഷെ ഇവിടെ ഒന്ന് വരണം എന്നൊരു തോന്നൽ നിങ്ങളിൽ ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു മാതൃകയായിട്ട് നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നാണ് ഞങ്ങളൊരു തോന്നൽ. അതിന്റെ ഒരു വലിയ നിർണായക ഘട്ടമാണ് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കാൻ വേണ്ടി പോകുന്നത്. സ്വന്തമായിട്ടുള്ള സംസ്കാരം കൊണ്ടും സാമൂഹ്യ സാംസ്കാരിക പ്രതിബദ്ധത കൊണ്ടും ലോകത്തിന് തന്നെ മാതൃകയായ സംസ്ഥാനം. ആ സംസ്ഥാനത്തിന്റെ 60ാം ജന്മദിനമാണ് നമ്മളിന്ന് ആഘോഷിക്കുന്നത്. ലോകം വളരെ ആകാംക്ഷയോട് കൂടിയിട്ട്, വളരെ താല്പര്യത്തോടു കൂടിയാണ് കേരളത്തിന്റെ ഈ ജന്മദിനത്തെ വീക്ഷിക്കുന്നത്. കേരളം പ്രകൃതി സൌന്ദര്യം നിറഞ്ഞ ഒരു സംസ്ഥാനമാണ്. ആ പ്രകൃതി സൌന്ദര്യം ഇവിടെയുള്ള ഓരോ മനുഷ്യന്റെ മനസ്സിലും കാണാൻ സാധിക്കും. മനസ്സിന് സൌന്ദര്യമുള്ളവരാണ് കേരളീയ ജനത. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കേരളത്തിന്റെ സൌന്ദര്യവും മനസ്സിന്റെ സൌന്ദര്യവും കുറേശ്ശെയായിട്ട് വിസ്മൃതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വിസ്മൃതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ സ്നേഹത്തെയും സംസ്കാരത്തെയും നശിപ്പിക്കാതെ തിരിച്ചു പിടിക്കുക എന്നതാണ് ഈ കേരള പ്രവേദനത്തിൽ നമ്മൾ ഓരോരുത്തരും ഉൾക്കൊള്ളേണ്ട സന്ദേശം. ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ദിനം തന്നെ നമ്മൾ ഇതിനു വേണ്ടി തറക്കല്ലിടലിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തത്. കാരണം ഈ ഒരു കൂട്ടായ്മയിലൂടെ നമ്മളെ സെക്രട്ടറി പറഞ്ഞ പോലെ എല്ലാ ചിന്തകൾക്കും അതീതമായിട്ടുള്ള ഒരു കൂട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. മത, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരികത്തിനു വഴിയായിട്ട് മനുഷ്യനെ നന്മയെ പരിപോഷിപ്പിക്കുക, മനുഷ്യന്റെ സ്നേഹത്തെ ഊട്ടിയുറപ്പിക്കുക. ആ സ്നേഹത്തിലൂടെയും നന്മയിലൂടെയും നന്മ മാത്രം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുക. ഈ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മളെല്ലാ ചിന്തകൾക്കും അതീതമായിട്ട് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. സ്മരണ ചാരിറ്റബിൾ ട്രസ്റ്റിലെ 54 അംഗങ്ങൾ ചേർന്ന് സ്വരൂപിച്ച പണം കൊണ്ട് വാങ്ങിയ 3 സെന്റ് ഭൂമിയിലാണ് നാട്ടുകാരുടെ മറക്കാനാകാത്ത ഓർമ്മ ജയേന്ദ്രൻ മാസ്റ്റർക്കായി സ്നേഹഭവനം നിർമ്മിക്കുന്നത്. പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടെയാണ് സ്നേഹഭവനം യാഥാർത്ഥ്യമാക്കുന്നത്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് AD ജനീത്, ബ്ലോക്ക് മെമ്പർ അലാട്ടേൽ മൂസ, വാർഡ് മെമ്പർ ലസിത സുനിൽ തുടങ്ങി സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു.